ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ശ്രീമദ് മഹാഭാഗവതം ഷഷ്ഠസ്കന്ധം സപ്തദശോധ്യായ. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രകേതുവിൻ്റെ കഥയിലൂടെ എത്രത്തോളം ഉയർന്ന ഒരു തലത്തിൽ, ഭക്തിമാർഗത്തിൽ ഉയർന്ന തലത്തിലെത്തിയ ആളാണ് ചിത്രകേതു എന്ന് മനസ്സിലായി. എന്നിട്ടും എങ്ങനെ ഈ ചിത്രകേതു അടുത്ത ജന്മത്തിൽ പറയുമ്പോൾ ഒരു അസുരനായിട്ട്, വൃത്രാസുരനായിട്ട് ജനിച്ചു? അതിന് കാരണമായ ഒരു ശാപകഥയാണ് ഈ 17ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. ഒന്നാമത്തെ ശ്ലോകം: യതഃ ച അന്തർഹിതഃ അനന്തഃ തസ്യൈ കൃത്വാ ദിശേ നമഃ വിദ്യാധരഃ ചിത്രകേതുഃ ചചാര ഗഗനേ ചരഃ. കഴിഞ്ഞ അധ്യായം അവസാനിപ്പിച്ചത് സംഘർഷണമൂർത്തി ചിത്രകേതുവിനെ അനുഗ്രഹിച്ച് അവിടെ തന്നെ മറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇങ്ങനെ അനന്തഃ, ആദിശേഷൻ, യതഃ ച, ഏതൊരിടത്തേക്ക്, അന്തർഹിതഃ, തിരോധാനം ചെയ്തുവോ, തസ്യൈ ദിശേ, ആ ഇടത്തിലേക്ക്, നമഃ കൃത്വ, നമസ്കാരം ചെയ്ത ശേഷം, വിദ്യാധരഃ ചിത്രകേതുഃ, വിദ്യാധരനായ ചിത്രകേതു, ഗഗനേ ചരഃ ചചാര, ആകാശചാരിയായിട്ട് സഞ്ചരിച്ചു. കാരണം വിദ്യാധരത്വം ലഭിച്ചതിനാൽ ഇനി ആകാശത്തൊക്കെ യഥേഷ്ടം അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ സാധിക്കും. ഇങ്ങനെ വിദ്യാധരാധിപത്യം ലഭിച്ച ആ ചിത്രകേതു 1,00,000 വർഷങ്ങളാണ് ഈ രീതിയിൽ ജീവിച്ചത് എന്ന് 2 ശ്ലോകങ്ങളിലായിട്ട് പറയുന്നു. രണ്ടാമത്തെ ശ്ലോകം: സഹ 1,00,000 വർഷലക്ഷാണാം അവ്യാഹത ബലേന്ദ്രിയഃ സ്തൂയമാനോ മഹായോഗി മുനിഭിഃ സിദ്ധചാരണൈഃ. 3 കുലാചലേന്ദ്രദ്രോണീഷു നാനാസങ്കൽപ്പ സിദ്ധിഷു രേമേ വിദ്യാധരസ്ത്രീഭിഃ ഗാപയൻ ഹരിം ഈശ്വരം. മഹായോഗി, യോഗിവര്യനായി ഭവിച്ച സഹ, അദ്ദേഹം, വർഷലക്ഷാണാം, 1,00,000 വർഷങ്ങളുടെ ലക്ഷത്തോളം, അപ്പോൾ അത്രയധികം കാലം, അവ്യാഹത ബല ഇന്ദ്രിയഃ, ഒരു തരത്തിലും കുറയാത്ത ദേഹശക്തിയോടും ഇന്ദ്രിയശക്തിയോടും കൂടിയവനായിട്ട്, മുനിഭിഃ സിദ്ധചാരണൈഃ സ്തൂയമാനഃ, മുനിമാരാലും സിദ്ധചാരണന്മാരാലും വാഴ്ത്തപ്പെട്ടുകൊണ്ട്, അതുപോലെ തന്നെ വിദ്യാധരന്മാർ ഭഗവാനെ സ്തുതിക്കുന്നവരാണ്. അപ്പോൾ കൂടെ വിദ്യാധര സ്ത്രീഭിഃ, വിദ്യാധര സ്ത്രീകളെ കൊണ്ട്, ഈശ്വരം ഹരിം, ലോകരക്ഷകനായ ഭഗവാൻ ശ്രീഹരിയെ, ഗാപയൻ, വാഴ്ത്തിപ്പാടിച്ചുകൊണ്ടും, നാനാസങ്കൽപ്പ സിദ്ധിഷു, സങ്കൽപ്പത്താൽ തന്നെ പല സിദ്ധിയും ലഭിച്ച അദ്ദേഹം, കുലാചലേന്ദ്രദ്രോണീഷു, കുലാചലേന്ദ്രനായ മഹാമേരുവിന്റെ അടിവാരങ്ങളിൽ അങ്ങനെ രേമേ, വിഹരിച്ചുകൊണ്ട് നടന്നു. ഭക്തോത്തമനായി ശരിക്കും ഒരു മഹായോഗിയുടെ തലത്തിൽ എത്തിയ അദ്ദേഹം സിദ്ധചാരണന്മാരാൽ വാഴ്ത്തപ്പെട്ടുകൊണ്ട്, കൂടെയുള്ള വിദ്യാധര സ്ത്രീകളൊക്കെ ഭഗവാൻ മഹാവിഷ്ണുവിനെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട്, അങ്ങനെയൊക്കെ 1,00,000 വർഷങ്ങൾ അദ്ദേഹം അങ്ങനെ പാടി രസിച്ചും ഒക്കെ പല സിദ്ധികൾ നേടിയും അങ്ങനെ വിഹരിച്ചു എന്ന് പറയുന്നു. ഇങ്ങനെ ഇരിക്കെ ഒരിക്കൽ, 4ാമത്തെ ശ്ലോകം: ഏകദാ സഹ വിമാനേന വിഷ്ണുദത്തേന ഭാസ്വത ഗിരിശം ദദൃശേ ഗച്ഛൻ പരീതം സിദ്ധചാരണൈഃ. ഏകദാ, ഒരിക്കൽ, സഹ, അദ്ദേഹം, വിഷ്ണുദത്തേന, ഭഗവാൻ മഹാവിഷ്ണുവിനാൽ ദത്തമായ, ഭാസ്വതാ വിമാനേന, തിളങ്ങുന്ന വിമാനത്തിലൂടെ, ഗച്ഛൻ, സഞ്ചരിച്ചു കൊണ്ടിരിക്കെ,
സിദ്ധചാരണൈഹി സിദ്ധന്മാരാലും ചാരണന്മാരാലും പരീതം ചുറ്റും ഇരുന്നു കൊണ്ട്, അവരൊക്കെ ചുറ്റും ഇരുന്ന് അതിൻ്റെ നടുവിലായിട്ട് ഇരിക്കുന്ന ഗിരീശം പരമശിവനെ ദദൃശേ സന്ദർശിച്ചു. ഇനി പരമശിവൻ എങ്ങനെയാണ് ഇരുന്നത്? അഞ്ചാമത്തെ ശ്ലോകം. ആലിംഗ്യ അംഗീകൃതാം ദേവീം ബാഹുനാമുനി സംസതി ഉവാച ദേവ്യാഹ ശൃണ്വത്യ ജഹാസ ഉച്ചൈഹി തദന്തികേ. ദേവിം പാർവതീ ദേവിയെ അംഗീകൃതാം തൻ്റെ മടിയിൽ ഇരുത്തുക മാത്രമല്ല, ചേർത്ത് തന്നോട് അണച്ചു വെച്ചിട്ടുള്ള ആ പരമശിവൻ പക്ഷെ അവിടെ ചെയ്യുന്നത് സത്സംഗമാണ്. അപ്പോൾ മുനി സംസതി ജിതേന്ദ്രിയന്മാരായ മുനിമാരുടെ സദസ്സിൽ ബാഹുന തൻ്റെ കൈകൊണ്ട് ആലിംഗ്യ ഭാര്യയെ കെട്ടിപ്പിടിച്ച് തികച്ചും ഒരു ലൗകികനായ ഒരാളെപ്പോലെ, ഒരു കുടുംബസ്ഥനെ പോലെ ഇരുന്നരുളുന്ന മഹാദേവനെ ദേവ്യാഹ ശൃണ്വത്യാഹ പാർവതീദേവി കേൾക്കെ തന്നെ തദന്തികെ അവിടുത്തെ സവിധത്തിൽ നിന്ന് ഉച്ചൈഹി ജഹാസ ഉറക്കെ അപഹസിക്കുകയും ഉവാച പറയുകയും ചെയ്തു. ഇങ്ങനെ ഒരു സദസ്സിൽ പെരുമാറാൻ പാടില്ലാത്ത രീതിയിലാണ് മഹാദേവൻ ഇരിക്കുന്നതെന്ന് ചിത്രകേതുവിന് തോന്നുകയാണ്. കാരണം ഇത്രയൊക്കെ ഉന്നതമായ ഒരു തലത്തിലെത്തിയിട്ടും സത്യത്തിൽ ചിത്രകേതുവിന് ഇത്ര പെട്ടെന്നൊരു സിദ്ധി വന്നതുകൊണ്ടാണോ എന്തുകൊണ്ടാണെന്നറിയില്ല, തൻ്റെ ആ സിദ്ധിയിൽ ഒരു അഹങ്കാരം വരികയും അഹങ്കാരം വരുമ്പോൾ പിന്നെ ആ അദ്വൈതഭാവം ഇല്ലാതായിട്ട് അവിടെ ദ്വൈതഭാവം വരും. അങ്ങനെ ദ്വൈതഭാവം വന്നപ്പോൾ പരമശിവനെയും പാർവതിയെയും പ്രകൃതി പുരുഷന്മാരാണെന്ന ആ അദ്വൈതഭാവത്തിൽ കാണാൻ സാധിക്കാതെ വരികയും തികച്ചും ലൗകികരായ ഭാര്യാഭർത്താവായിട്ട് മാത്രം ഈ ചിത്രകേതുവിന് തോന്നുകയും ചെയ്തു. അപ്പോൾ ഇത് കാണിക്കുന്നത് സാധകന്മാർ അവരവരുടെ സാധനയിൽ മുന്നോട്ടു പോകുന്തോറുമാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. എന്തുകൊണ്ടെന്നാൽ പലരും ഭക്തി കൂടുതൽ വരുന്നു എന്ന് തോന്നുമ്പോൾ അത് പ്രകടിപ്പിക്കാൻ വല്ലാത്തൊരാവേശം കാണിക്കാറുണ്ട്. അത് മാത്രമല്ല, ഒരുപാട് സപ്താഹങ്ങളിൽ കൂടിയിട്ടുണ്ടെങ്കിൽ അതിലൊരു അഹങ്കാരം വരിക, അതിലൊരു അഭിമാനം വരിക, അത് മറ്റുള്ളവരോട് ആ അഭിമാന ബോധത്തിൽ തന്നെ സംസാരിക്കുക. ഇതെന്റെ 100ാമത്തെ സപ്താഹമാണ്, ഇനി എനിക്ക് അറിയാനായിട്ടൊന്നും ബാക്കിയില്ല, എന്നാലും ഞാൻ വരുന്നു എന്നേ ഉള്ളൂ എന്ന് വെച്ചാൽ അവരെല്ലാം തികഞ്ഞവരായി കഴിഞ്ഞു. പക്ഷെ എന്നാലും ആർക്കോ വേണ്ടി, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വന്നിരുന്നാൽ അത് സദസ്സിനൊരു പ്രൗഢിയാണ് എന്നതിനാൽ ഞാൻ വരുന്നു എന്നൊക്കെ വിചാരിക്കുന്ന ചില ആളുകളുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിലൊക്കെ അവിടുത്തെ ആളുകളായിട്ടിരിക്കുന്നവർക്കും ഇത്തരത്തിലൊരു അഭിമാനബോധം ഉണ്ടാകാറുണ്ട്. അവരാണ് ഈ ക്ഷേത്രം ഇങ്ങനെ പരിപാലിച്ചു കൊണ്ടുപോകുന്നത്, അല്ലാതെ അവിടുത്തെ ദേവനോ ദേവതയോ ഒന്നുമല്ല എന്ന് പോലും തോന്നത്തക്ക വിധത്തിലൊക്കെ ആയിരിക്കും അവരുടെ വർത്തമാനവും രീതികളും. ഇങ്ങനെയൊക്കെ ഒരുപാട് പേരെ നമുക്ക് കാണാം. അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധിക്കണം. നമ്മൾ എന്ത് സാധന ചെയ്തു എന്നത് ഒരു തരത്തിലും ആരെയും അറിയിച്ചു കൊണ്ട് നടക്കരുത്. നിങ്ങൾ എത്ര ജപിച്ചു, ജപിക്കുന്നുണ്ട്, എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഇതൊക്കെ നമ്മുടേത് മാത്രമായ സ്വകാര്യമായിട്ടുള്ള ഒരു അനുഗ്രഹമായിട്ടേ കാണാവുള്ളൂ. അതിൽ ഒരു തരി പോലും അഭിമാനം തോന്നാൻ പാടില്ല. ആ അഭിമാനം അതൊരിത്തിരിയാണെങ്കിൽ പോലും ഭഗവാൻ ക്ഷമിക്കുകയില്ല. അപ്പോൾ ചിത്രകേതുവിന് ഇത് തോന്നി എന്ന് സാക്ഷാൽ ഭഗവാന് തന്നെ, അതായത് ശ്രീഹരിക്ക് തന്നെ തോന്നിയിട്ടുണ്ടാകാം. അപ്പോൾ ചിത്രകേതുവിന് ചെറിയൊരു തിരിച്ചടി കൊടുക്കേണ്ട സമയം ആയി എന്നതിനാലാണ്
ചിത്രകേതുവിന് ഇങ്ങനെയൊക്കെ ചിരിക്കാനും ഇനി പറയാൻ പോകുന്ന കാര്യം പറയാനും തോന്നിയത്. അതുകൊണ്ട് വളരെ വളരെ ശ്രദ്ധിക്കണം. സാധനയിൽ മുന്നോട്ടു പോകുന്നതാണ് ഏറ്റവും കഠിനം. സാധന തുടങ്ങിക്കിട്ടുന്നത് അതൊരനുഗ്രഹം തന്നെയാണ്. പക്ഷേ സാധനയിൽ മുന്നോട്ടു പോകും തോറും അഭിമാനം ലവലേശമില്ലാതെ ഭഗവാന്റെ അനുഗ്രഹം എന്ന് മാത്രം ചിന്തിക്കാനുള്ള ആ ഹൃദയ വിശാലത ഉണ്ടാവുകയാണ് വലിയൊരനുഗ്രഹം. അപ്പോൾ ചിത്രകേതു എന്താണ് പറഞ്ഞത് എന്ന് പറയുന്നു 6-ാമത്തെ ശ്ലോകം. ഏഷഃ ലോകഗുരുഃ സാക്ഷാത് ധർമ്മം വക്ത ശരീരിണാം ആസ്തേ മുഖ്യഃ സഭായാം വൈ മിഥുനീഭൂയ ഭാര്യയാ. ഏഷഃ ഇദ്ദേഹം സാക്ഷാത് ലോകഗുരുഃ. ഇദ്ദേഹത്തെ എല്ലാവരും ജഗദ്ഗുരു എന്നൊക്കെ വിളിക്കുന്നു. എന്നിട്ട് ശരീരിണാം, ഈ ലോകത്ത് ശരീരം എടുത്തു വന്നിട്ടുള്ളവർക്ക് ധർമ്മം സദാചാരത്തെ വക്ത ഉപദേശിക്കുന്നു. അവിടെ വിരക്തിയെ കുറിച്ചൊക്കെയാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. എന്നിട്ട് ചെയ്യുന്നത് എന്താണ്? പൊതുവേദിയിൽ അല്ലെങ്കിൽ ജിതേന്ദ്രിയന്മാരായ മഹർഷിമാരുടെ മുന്നിൽ വെച്ച് ഭാര്യയോടുകൂടി മിഥുനീഭൂയ, ശൃംഗാര ചേഷ്ടകൾ ആടിക്കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ചെയ്തുകൊണ്ട് സഭായാം, ആ സദസ്സിൽ മുഖ്യഃ ആസ്തേ വൈ, പ്രധാനിയായിട്ട് ഇരിക്കുകയും ചെയ്യുന്നു. ഇതെന്തൊരു വൈചിത്ര്യമാണ്, എന്തൊരു വിരോധാഭാസമാണ് ഇത്. ആധ്യാത്മിക കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ലോകഗുരു എന്ന് പ്രസിദ്ധി കേട്ട ഇദ്ദേഹം തികച്ചും ഒരു ലൗകികനെ പോലെ പെരുമാറുന്നുവല്ലോ. 7-ാമത്തെ ശ്ലോകം. ജടാധരഃ തീവ്രതപാ ബ്രഹ്മവാദി സഭാപതിഃ അംഗീകൃത്യ സ്ത്രീയം ച ആസ്തേ ഗതഃ ഹ്രീഃ പ്രാകൃതഃ യഥാ. എന്നാൽ ഇദ്ദേഹത്തിന്റെ രൂപഭാവാദികളൊക്കെ നോക്കൂ. ജടാധരഃ, മഹാഋഷിയെ പോലെ ജഡധരിച്ച്, തീവ്രതപാഹ, കൊടും തപസ്സനുഷ്ഠിച്ച്, ബ്രഹ്മവാദി, വേദധർമ്മത്തിന്റെ പ്രവർത്തകനായി അല്ലെങ്കിൽ അതിൻ്റെ ആചാര്യനായി, സഭാപതി, ഈ ദേവർഷി സദസ്സിന്റെ നേതാവായവൻ ചെയ്യുന്നത് എന്താണ്? പ്രാകൃതഃ യഥാ, തികച്ചും ലൗകികനെ പോലെ ഒരു സ്ത്രീയം ച അംഗീകൃത്യ, അവിടെ ഭാര്യ എന്ന് പോലും അല്ല പറയുന്നത്, ഒരു പെണ്ണിനെയും മടിയിൽ വെച്ച് ഗതഹ്രീഹി, നാണമില്ലാതെ ആസ്തേച്ച ഇരിക്കുന്നുവല്ലോ. ഈ ലൗകികരായ ആളുകൾ പോലും തങ്ങളുടെ പങ്കാളിയുമായിട്ടൊക്കെ ഏകാന്തത്തിൽ മാത്രമേ ഇങ്ങനെയൊക്കെ രമിച്ചിരിക്കുള്ളൂ. ഇത് നോക്കൂ, തികച്ചും പ്രാകൃതന്മാരെ പോലെ പരസ്യമായിട്ട് ഭാര്യയുമായി ശൃംഗരിക്കുന്നു. അതാണ് 8-ാമത്തെ ശ്ലോകം. പ്രായശഃ പ്രാകൃതാഃ ചാപി സ്ത്രിയം രഹസി ബിഭ്രതി അയം മഹാവ്രതധരോ ബിഭർത്തി സദസി സ്ത്രിയം. ഇവിടെ പ്രാകൃതാഹ എന്നതുകൊണ്ട് സാധാരണ ലൗകികർ എന്ന് പറയുന്നു. സംസ്കാരശൂന്യരായ സാധാരണ ജനങ്ങൾ പോലും പ്രായശഃ, പൊതുവെ രഹസി, ഏകാന്തതയിൽ വെച്ച് മാത്രമേ തങ്ങളുടെ ജീവിത പങ്കാളിയുമായിട്ടൊക്കെ ഇണയുമായിട്ട് സ്ത്രീയം ബിഭ്രതി, അവരുമായിട്ടുള്ള ആ രഹസ്യ സമാഗമം ഒക്കെ അങ്ങനെയേ നടക്കാറുള്ളൂ. പക്ഷെ ഇവിടെ നോക്കൂ, മഹാവ്രതധരഃ, ബ്രഹ്മചര്യ നിഷ്ഠയുടെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന മഹാവ്രതധരനായ അയം, ഇദ്ദേഹം സദസി, ഇതാ ഒരു പൊതുസഭയിൽ വെച്ച്, അതും മഹർഷിമാരൊക്കെ നോക്കി നിൽക്കെ ഒരു സ്ത്രീയം, വീണ്ടും പറയുന്നു സ്ത്രീയെ, ബിഭർത്തി, ചുമന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ചിത്രകേതുവിന്റെ ഈ ഒരു പരിഹാസം കേട്ടിട്ടും ഭാവഭേദമൊന്നുമില്ലാതെ പരമശിവൻ അചഞ്ചലനായിട്ട് ശരിക്കും താനൊരു മഹായോഗിയാണെന്ന് ഈ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ നിന്നു. അതാണ് ശ്രീശുക ഉവാച 9-ാമത്തെ ശ്ലോകം. ഭഗവാൻ അപി തത് ശ്രുത്വാ പ്രഹസ്യ അഗാധധീഹി നൃപ തൂഷ്ണീം ബഭൂവ സദസി സഭ്യാഹ ച തദനുവ്രതാഹ.
ഹേ നൃപ, ഇവിടെ പരീക്ഷത്തിനെ വിളിക്കുന്നു. അതേസമയം അഗാധധീഹി, ഗംഭീരാശയനായ ഒരു സമുദ്രത്തിന്റെ അഗാധഗർത്തം പോലെ അത്രയും ശാന്തനായ ഭഗവാൻ അപി, ഭഗവാൻ പരമശിവനാകട്ടെ, തതുശ്രുത്വ, തന്നെ ഇത്രയേറെ പരിഹസിച്ചിട്ടും അത് കേട്ടിട്ട് പ്രഹസ്യ, അതായത് ഉള്ളിലൊന്ന് ചിരിക്കുകയാണ്, ഇവൻ ഇതെന്തു പറ്റി. എന്നിട്ട് സദസി തൂഷ്ണീം ബഭൂവ, അവിടെ മൗനമായിട്ടിരുന്നു. മാത്രമല്ല സഭ്യാഹച, ഇത് കേട്ടുകൊണ്ടിരുന്ന സഭാവാസികളും തദനുവ്രതാഹ, ഭഗവാനെ അനുസരിച്ചു. ചില സമയങ്ങളിൽ മുന്നിൽ നിന്ന് നയിക്കുന്ന അല്ലെങ്കിൽ ഇതേപോലെ ഗുരുതുല്യരായ ആളുകൾക്ക് ഒരു മനസ്സടക്കം ഉണ്ടാകും, പക്ഷേ ശിഷ്യന്മാർക്കുണ്ടാവണം എന്നില്ല. എന്നാൽ ഇവിടെ ഭഗവാന്റെ അതേ മനസ്സടക്കം അവിടെ ഉണ്ടായിരുന്ന സഭാവാസികളും കാണിച്ചു. അതാണ് അവർ ഭഗവാന്റെ ഭാവമനുസരിച്ചു എന്ന് പറഞ്ഞത്. എന്നാൽ ഭഗവാന്റെ ആ മനസ്സടക്കം ദേവിക്കുണ്ടായില്ല. കാരണം ദേവി പ്രകൃതിയാണ്, പരമേശ്വരൻ ആത്മാവാണ്, സദാ ചൈതന്യവത്താണ്. ദേവി ഒരു തരത്തിൽ പറഞ്ഞാൽ ചലിച്ചുകൊണ്ടിരിക്കുന്നവളാണ്. ആ ഒരു ബന്ധത്തിൽ ഇതിനെ എടുക്കണം. അപ്പോൾ ദേവി പ്രതികരിക്കുകയാണ്. 10ാമത്തെ ശ്ലോകം. ഇതി അതദ്വീര്യ വിദുഷി ബ്രുവാണേ ബഹു അശോഭനം ഋഷാ ആഹ ദേവി ധൃഷ്ടായ നിർജിതാത്മാ അഭിമാനിനെ. അതദ്വീര്യ വിദുഷി, ആ ഭഗവാന്റെ പ്രഭാവം അറിയാത്തവനായിട്ട് ഇതി ഇപ്രകാരം ബഹു ഒരുപാട് അശോഭനം നിറികെട്ട വാക്കുകളെ ബ്രുവാണെ പറഞ്ഞുകൊണ്ടിരിക്കെ ദേവി പാർവതി ദേവി നിർജിത ആത്മാ അഭിമാനിനെ, ഇവിടെ ചിത്രകേതു താൻ ജിതേന്ദ്രിയനാണെന്ന് അഭിമാനം കൊള്ളുന്നു. പക്ഷേ അദ്ദേഹം ദ്വൈതഭാവത്തിലാണുള്ളത്. ഇങ്ങനെ അഭിമാനം കൊള്ളുന്ന ധൃഷ്ടായ ആ ഊറ്റക്കാരനോട് ഋഷാ ആഹ, രോഷത്തോടെ ഇപ്രകാരം പറഞ്ഞു. പാർവതി ഉവാച, പാർവതി എന്താണ് പറഞ്ഞത്? 11ാമത്തെ ശ്ലോകം. അയം കിം അധുനാ ലോകേ ശാസ്താ ദണ്ഡധരഃ പ്രഭുഃ അസ്മദ്വിധാനാം ദുഷ്ടാനാം നിർലജ്ജാനാം ച വിപ്രകൃത്. ഇവിടെ ചിത്രകേതു പറഞ്ഞത് നിങ്ങളൊക്കെ നിർലജ്ജരാണ്, ദുഷിച്ചവരാണ് എന്നൊക്കെയാണല്ലോ. അപ്പോൾ ദേവി തിരിച്ചു ചോദിക്കുന്നു, അപ്പോൾ ഞങ്ങളെ പോലുള്ള അസ്മദ്വിധാനാം, ഞങ്ങളെ പോലുള്ള ദുഷ്ടാനാം, ദുഷിച്ചവരും നിർലജ്ജാനാം, ലജ്ജയില്ലാത്തവരും ആയിട്ടുള്ളവരുടെ, ശാസ്ത ശാസിതാവും, ദണ്ഡധരഃ ശിക്ഷാധികാരിയും, വിപ്രകൃത് ഞങ്ങളെ വിരോധിക്കുന്നവനും, ഞങ്ങളുടെയൊക്കെ പ്രഭുഹൂച്ച നിഗ്രഹ അനുഗ്രഹ സമർത്ഥനം ആയിട്ടുള്ളവൻ, അധുന ഇപ്പോൾ ഈ ലോകേ അയം കിം, ഇവനാണോ? എല്ലാവരും കേൾക്കെ ചിത്രകേതുവിന് നേർക്ക് ശാസിച്ചുകൊണ്ട് ചോദിക്കുന്നു, ശരി, നീ പറയുന്നു ഞങ്ങൾക്കൊന്നും ലജ്ജയില്ല, ഞങ്ങളൊക്കെ ദുഷ്ടന്മാരാണ്, ദുഷിച്ചവരാണ്, മനസ്സടക്കമില്ലാത്തവരാണ്. ഓ, അപ്പൊ നീയാണോ വലിയ മനസ്സടക്കം ഉള്ളവൻ? നീയാണോ ഞങ്ങളെ ശാസിക്കാൻ പോകുന്നത്? ഇതാണ് ദേവി ചോദിക്കുന്നത്. 12ാമത്തെ ശ്ലോകം. ന വേദധർമ്മം കില പദ്മയോനിഹി ന ബ്രഹ്മപുത്രാഹ ഭൃഗുനാരദാദ്യാഹ ന വൈ കുമാരഃ കപിലോ മനുഃ ച യേനോ നിഷേധന്തി അതിവർത്തിനം ഹരം. പദ്മയോനിഹി, ബ്രഹ്മാവ് ധർമ്മം ന വേദ കില, സദാചാരമുറയെ അറിയുന്നില്ലേ? ബ്രഹ്മാവിനും അറിയാതെ ആയോ? വേദം ആരുടെ അധീനതയിലാണോ ആ ബ്രഹ്മാവിന് ഇതൊന്നും അറിയില്ലായിരിക്കാം, അല്ലേ? ഇനി ബ്രഹ്മപുത്രാഹ, ബ്രഹ്മാവിന്റെ പുത്രന്മാരായ ഭൃഗുനാരദാദ്യാഹ, ഇവർക്കും അറിയില്ലായിരിക്കും, അല്ലേ? കുമാരഃ മനുഃ ച, സനത്കുമാരനും സ്വയംഭുവ മനുവിനും നവൈ, അറിയില്ലായിരിക്കാം. എല്ലാം നിനക്കാണല്ലോ ഇപ്പോൾ അറിയുന്നത്. അതേസമയം യേ, ഇവരൊക്കെ അതിവർത്തിനം ഹരം, ശാസ്ത്രാനുശാസനത്തെ അതിക്രമിച്ചു പ്രവർത്തിക്കുന്ന ഹരം, ആ ശ്രീ ശിവനെ നോ നിഷേധന്തി, വിരോധിക്കുന്നില്ല. അത് തന്നെയാണ് അവരുടെ യോഗ്യത.
പക്ഷെ ഈ പറയുന്ന നിനക്കെന്ത് യോഗ്യതയാണുള്ളത്? ആ മഹാദേവനെ, ലോകത്തിനും ലോകഗുരുവായിട്ടുള്ള ആ മഹാദേവനെ നിന്ദിക്കുന്ന നിനക്കെന്ത് യോഗ്യതയാണ് ഉള്ളത്? 13-ാമത്തെ ശ്ലോകം. ഏഷാം അനുധേയ പദാബ്ജയുഗ്മം ജഗദ്ഗുരും മംഗളമംഗളം സ്വയം യഹ ക്ഷത്രബന്ധുഃ പരിഭൂയ സൂര്യൻ പ്രശാസ്തി ധൃഷ്ടഃ തത് അയം ഹി ദണ്ഡ്യഃ. ഏഷാം, ഈ ബ്രഹ്മാദികൾക്ക്, അനുധ്യേയ പദാബ്ജയുഗ്മം, നിരന്തരം ധ്യാനിക്കത്തക്ക യോഗ്യതയുള്ള ആ കാൽത്താരിണയോടുകൂടിയവനും മംഗളമംഗളം പരമമംഗളമൂർത്തിയുമായ ജഗദ്ഗുരും ലോകഗുരുവിനെ ക്ഷത്രബന്ധുഹു, ക്ഷത്രിയനായിട്ടും അതിൻ്റെ യാതൊരു യോഗ്യതയും കാണിക്കാതെ ക്ഷത്രിയ അധമനായ യഹ, യാതൊരുത്തൻ ഇവിടെയുള്ള എല്ലാവരെയും, എല്ലാ സുരീൻ അഭിജ്ഞന്മാരെ, പണ്ഡിതന്മാരെ പരിഭൂയ, തരം താഴ്ത്തിയിട്ട്, സ്വയം ധൃഷ്ട, തന്നെത്താൻ ഇവരെക്കാളൊക്കെ കേമനാണെന്ന് നടിക്കുന്നു. ധൃഷ്ട പ്രശാസ്തി, ഊറ്റക്കാരനായിട്ട് ഇവിടെയുള്ളവരെയൊക്കെ ഗുണദോഷിക്കുന്നു. തത് അയം, അതുകൊണ്ട് തന്നെ ഇവൻ ദണ്ഡ്യഹാഹി, ഇവൻ ശിക്ഷാർഹനാണ്. ഇവിടെ ചിത്രകേതു സത്യത്തിൽ വൈകുണ്ഠലോകം ഉറപ്പിച്ചിരിക്കുകയാണ്. പക്ഷെ പാർവതി ദേവി പറയുന്നു അതിനുള്ള അർഹത ഇവനായിട്ടില്ല. 14-ാമത്തെ ശ്ലോകം. നായം അർഹതി വൈകുണ്ഠപാദമൂല ഉപസർപ്പണം സംഭാവിതമതിഃ സ്തബ്ധഃ സാധുഭിഃ പര്യുപാസിതം. സംഭാവിതമതിഃ, താൻ ചെയ്യുന്ന മഹത്തരമായ കാര്യമാണെങ്കിലും അതിനെ വലിയ സംഭവമാക്കി, താനൊരു വലിയ സംഭവമാണ് എന്ന രീതിയിൽ സ്തബ്ധഃ, ദുർവിനീതനായ അയം, ഇവൻ എങ്ങനെയുള്ള വൈകുണ്ഠം എന്ന് പറയുന്നു? സാധുഭിഃ പര്യുപാസിതം, മനസ്സിൽ യാതൊരു വിധത്തിലുള്ള കളങ്കവും ഇല്ലാത്ത സത്തുക്കളാൽ സാദരം ഉപാസിക്കപ്പെടുന്ന വൈകുണ്ഠപാദമൂല ഉപസർപ്പണം, ഭഗവാൻ ശ്രീഹരിയുടെ പാദാന്തികത്തിൽ ചെന്ന് ചേരുക എന്ന ആ അവസ്ഥയെ ന അർഹതി, ഇവൻ അർഹിക്കുന്നില്ല. ഇവൻ ചെയ്ത സാധനയൊക്കെ പാഴായിരിക്കുന്നു. ഇവന്റെ ഉള്ളിൽ ഇപ്പോഴും ഒരു അഹങ്കാരം, ആ ചെയ്ത സാധനയെ ചൊല്ലിയാണ് ഈ അഹങ്കാരം എന്നതാണ് ഒട്ടും പൊറുക്കാൻ സാധിക്കാത്തത്. അങ്ങനെയാണ് ഒരു അസുരയോനിയായിട്ട്, അല്ലെങ്കിൽ ആസുരികമായ ജന്മം എന്ന് മുദ്ര കുത്തപ്പെടുന്ന ഒരു ജന്മം ലഭിക്കട്ടെ എന്ന് ശപിക്കുന്നത്. 15-ാമത്തെ ശ്ലോകം. അതഃ പാപീയസീം യോനിം ആസുരിം യാഹി ദുർമതേ യഥാ ഇഹ ഭൂയോ മഹതാം ന കർത്ത പുത്ര കിൽബിഷം. അപ്പൊ നോക്കൂ, എത്ര ഉയരത്തിൽ നിന്ന ആളാണ് ഒറ്റയടിക്ക് അങ്ങോട്ട് താഴെ പോകുന്നത്. അതുകൊണ്ടാണ് സാധാരണ അഹങ്കാരം പിന്നെയും പ്രകൃതി ക്ഷമിക്കും. പക്ഷേ ആധ്യാത്മികതയിൽ ഉള്ള അഹങ്കാരം ഒരു നിമിഷം പോലും വെച്ച് പൊറുപ്പിക്കില്ല. അതിൻ്റെ ആഘാതം അത്ര വലുതായിരിക്കും. അതഹ, അതുകൊണ്ട് ദുർമതേ, എടോ ദുഷ്ടബുദ്ധേ, പാപീയസീം ആസുരീം, പാപാധിക്യമുള്ള ആസുരികമായ യോനിം, ജന്മത്തെ യാഹി, നീ പ്രാപിക്കുക. എന്നാൽ ഇവിടെ വിളിക്കുന്നു പുത്ര, മകനെ. അതായത് ഒരമ്മയുടെ മനസ്സിലേക്ക് വരികയാണ്. കാരണം നിന്നെ ഇങ്ങനെ ശപിക്കേണ്ടി വന്നതിൽ വിഷമമുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഞാൻ ശപിച്ചു? യഥാ, എപ്രകാരം ആയാൽ, ഇഹ ഭൂയഹ, ഇനി വീണ്ടും നീ മഹതാം കിൽബിഷം, വലിയവരുടെ നേർക്ക് ഇനിയൊരു തെറ്റ് ന കർത്ത, പ്രവർത്തിക്കരുത്. ആ ഒരു മുന്നറിയിപ്പിന് വേണ്ടി, ആ ഒരു തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ നിനക്ക് ഈ ജന്മം ആവശ്യമാണ്. ശ്രീശുക ഉവാച. 16-ാമത്തെ ശ്ലോകം. ഏവം ശപ്തഃ ചിത്രകേതുഃ വിമാനാത് അവരുഹ്യ സഹ പ്രസാദയാമാസ സതീം മൂർധ്നാ നമ്രേണ ഭാരത. ഹേ ഭാരത, അല്ലയോ പരീക്ഷിത്തെ, ഏവം ശപ്തഃ, ഇപ്രകാരം ശപിക്കപ്പെട്ട സഹ ചിത്രകേതുഃ, ആ ചിത്രകേതു വിമാനാത്ത്, ഇത് വിമാനത്തിൽ പോകുന്ന സമയത്താണ് സംഭവിച്ചത്. അപ്പോൾ വിമാനം അവിടെ നിർത്തി, അതിൽ നിന്ന് അവരുഹ്യ, താഴെ ഇറങ്ങി, നമ്രേണ, ആ ശിരസ്സു കുനിഞ്ഞുപോയി, കുറ്റബോധം കൊണ്ട് താൻ ചെയ്ത
ആ അപരാധം എത്ര വലുതാണ് എന്ന ലജ്ജാഭാരം കൊണ്ട് കുനിഞ്ഞ മൂർധ്ന ശിരസ്സോടെ സതീം പ്രസാദയാമാസ, പാർവതീദേവിയെ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ചു. സത്യത്തിൽ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ചിത്രകേതുവിന് തോന്നിയിരുന്നു താൻ വലിയൊരു മണ്ടത്തരം കാണിച്ചു എന്ന്. പക്ഷെ എല്ലാം നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ പാർവതീദേവിയുടെ ആ ശാപവും എല്ലാം പെട്ടെന്ന് തന്നെ കഴിയുകയും ചെയ്തു. സാധാരണ എല്ലാവരും ഇങ്ങനെയൊരു ശാപം കിട്ടിയാൽ അതിൽ നിന്നൊരു മോചനത്തെയാണ് പ്രാർത്ഥിക്കുക. പക്ഷെ ചിത്രകേതു അതിനെ അംഗീകരിക്കുകയാണ്. ഇതാണ് യഥാർത്ഥ ഒരു ഭക്തന്റെ, അതായത് തെറ്റുപറ്റിപ്പോയാലും പിന്നീട് അതിനെ അംഗീകരിക്കാനുള്ള മനസ്സാണ് ആദ്യം വേണ്ടത്. 17ാമത്തെ ശ്ലോകം. ചിത്രകേതുരുവാച പ്രതിഗൃഹാമി തേ ശാപം ആത്മനഃ അഞ്ജലിന അംബികേ ദേവൈഹി മർത്യായ യത് പ്രോക്തം പൂർവദൃഷ്ടം ഹി തസ്യ തത്. ഹേ അംബികേ, അമ്മേ, ആത്മനഃ എനിക്കുള്ള തേ ശാപം, അങ്ങ് തന്ന ഈ ശാപത്തെ അഞ്ജലിന കൂപ്പുകൈയോടെ പ്രതിഗൃഹാമി ഞാൻ ഏറ്റെടുക്കുന്നു. ശാപമോചനം പോലും ഞാൻ ചോദിക്കുന്നില്ല എന്നാണ്. ഹി എന്തെന്നാൽ എന്തുകൊണ്ട് ഇത് ഏറ്റെടുക്കുന്നു? ദേവൈഹി ദേവന്മാരാൽ മർത്യായ മനുഷ്യനെ ഉദ്ദേശിച്ച് യത് പ്രോക്തം യാതൊന്ന് പ്രവചിക്കപ്പെടുന്നുവോ തത് അത് അവന്റെ തസ്യ പൂർവദൃഷ്ടം പൂർവജന്മ കർമ്മഫലമാണല്ലോ. ഇപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചു പോയതും ഇനി എനിക്കുള്ള വരാനിരിക്കുന്ന ഈ ആസുരിക ജന്മവും എല്ലാം മുന്നേ നിശ്ചയിക്കപ്പെട്ടതാണ്. അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാനത് സർവാത്മന സ്വീകരിച്ചിരിക്കുന്നു. നമ്മുടെ കർമ്മഫലം അത് എത്ര ദുരിതം പിടിച്ചതായാലും അതിനെ അംഗീകരിക്കുകയും, ഞാനിതിനെ അംഗീകരിക്കുന്നു, ഇതെന്റെ കർമ്മഫലമാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറയുന്ന നിമിഷം തന്നെ പ്രകൃതി പിന്നെ നമ്മെ അനുഗ്രഹിച്ചു തുടങ്ങും. എങ്ങനെയെന്ന് വെച്ചാൽ അത് താങ്ങാനുള്ള മനഃശക്തി തന്നുകൊണ്ട്. അതേസമയം നമ്മൾ ഇതിനെതിരെ പരാതി പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്തോറും നമ്മൾ മാനസികമായിട്ട് ദുർബലരാവുകയാണ് ചെയ്യുക. 18ാമത്തെ ശ്ലോകം. സംസാരചക്രേ ഏതസ്മിൻ ജന്തുഃ അജ്ഞാനമോഹിതഃ ഭ്രാമ്യൻ സുഖം ച ദുഃഖം ച ഭുങ്ക്തേ സർവത്ര സർവദാ. അജ്ഞാനമോഹിതഃ ആത്മാവബോധം ഇല്ലാത്തതിനാൽ ഉഴറുന്ന ജന്തുഹു ജീവൻ, ഏതസ്മിൻ സംസാരചക്രേ ഈ സംസാരചക്രത്തിൽ ഭ്രാമ്യൻ കറങ്ങിക്കൊണ്ട് ചില സമയത്ത് സുഖം ചില സമയത്ത് ദുഃഖം ച ദുഃഖത്തെയും സർവത്ര എല്ലായിടത്തും സർവദാ എല്ലാ നേരവും ഭുങ്ക്തേ അനുഭവിക്കുന്നു. അതായത് സുഖം ദുഃഖം എന്നതൊക്കെ അതങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അതിൽ ദുഃഖിച്ചിട്ടൊന്നും കാര്യമില്ല, അല്ലെങ്കിൽ പരിതപിച്ചിട്ട് കാര്യമില്ല. യഥാർത്ഥ തത്വജ്ഞാനി ഇതിനെക്കുറിച്ചൊന്നും ദുഃഖിക്കുകയില്ല എന്ന് പറയുന്നു. 19ാമത്തെ ശ്ലോകം. നയേവ ആത്മാ ന പരഃ ച അപി കർത്താ സ്യാദ് സുഖ ദുഃഖയോഃ കർത്താരം മന്യതേ അപ്രാജ്ഞ ആത്മാനം പരം ഏവ ച. സുഖദുഃഖയോഃ കർത്താ, സുഖദുഃഖങ്ങളുടെ കർത്താവ് ആത്മാന താനല്ല ഏവ എന്നത് തീർച്ചയാണ്. ഇനി പരഃ ച അപി ന സ്യാദ് മറ്റൊരുത്തനും ആകുന്നില്ല. അപ്രാജ്ഞ അറിവില്ലാത്തവൻ ആത്മാനം തന്നെയും പരം ഏവച്ച അന്യനെയും കർത്താരം മന്യതേ കർത്താവായിട്ട് കാണുന്നു. അതായത് സംസാരചക്ര തിരിച്ചിലിൽ ജീവന്റെ സുഖ ദുഃഖാനുഭവം സ്വാഭാവികമാകയാൽ ചില സമയത്ത് നമുക്ക് ദുഃഖം അനുഭവിക്കേണ്ട ആ കാലം വരുമ്പോൾ ഏതെങ്കിലും ഒരാളെ നമ്മെ ദുഃഖിപ്പിക്കാനായിട്ട് പ്രകൃതി നിയോഗിക്കും. എന്ന് വെച്ചാൽ ആ ആൾ പോലും അതിന് വശംവദനായിട്ട് നമ്മളോട് അങ്ങനെ പെരുമാറുകയാണ്. അതുകൊണ്ട് ഈ ശപിച്ചതിൻ്റെ കർത്തൃത്വം ദേവിക്കും
ശാപപാത്രമാകുവാൻ ഹേതു ഉണ്ടാക്കി തീർത്തതിൻ്റെ കർത്തൃത്വം തനിക്കും ഇല്ല എന്ന് ചിത്രകേതു പറയുകയാണ്. ഇവിടെ സംഭവിക്കുന്നതെല്ലാം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ഒരു നാടകം മാത്രമാണ്. നമ്മളൊക്കെ ഇങ്ങനെ അഭിനയിച്ചു കൊള്ളുക. നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ബോധം നമുക്ക് ചില നിർദ്ദേശങ്ങൾ തരുന്നുണ്ട്. അതാണ് പെട്ടെന്ന് നമ്മൾ പ്രതികരിച്ചു പോകുന്നത്. അതായത് ഒരു സംവിധായകൻ ഇങ്ങനെ അഭിനയിക്കൂ എന്ന് പ്രത്യക്ഷത്തിൽ പറയും. ഇവിടെ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ ബോധം നമ്മെ കൊണ്ട് ഏതെങ്കിലും കുഴിയിൽ ചാടിക്കണമെങ്കിൽ അതും ആ നിർദ്ദേശവും തരും, നല്ല നിർദ്ദേശവും തരും. ഇതെല്ലാം നമ്മൾ ഈ പ്രകൃതിക്ക് വശംവദരായതുകൊണ്ട് സംഭവിച്ചു പോകുന്നതാണ്. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.